നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയത്തിൻ്റെ അതിൻ്റെ പ്രാദേശികവും ദേശീയവുമായ പ്രാധാന്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു മുമ്പ് സംസാരിച്ചവരെല്ലാം. ഇന്ന് രണ്ടു തരം പ്രതിസന്ധികളെയാണ് നമ്മൾ ഓരോരുത്തരും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും വലിയ ഒരു പ്രതിസന്ധി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു രാജ്യം നമ്മുടെ മുമ്പിൽ അപകടകരമാം വിധം തകർച്ചയെ പ്രതിരോധിക്കാനുള്ള അപകടകരമാം വിധമുള്ള തകർച്ചയെ പ്രതിരോധിക്കാനുള്ള അവസാനത്തെ ശ്രമത്തിലേക്ക് ഒരുങ്ങേണ്ടുന്ന ഒരു സമയമാണ്. അത്തരമൊരു സമയത്താണ് ഇന്ത്യ ഇന്ന് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിലേക്ക് പുറത്തു വന്നപ്പോൾ നമുക്കൊന്നും ആശ്വസിക്കാനും സമാധാനിക്കാനും കഴിയുന്ന വിധികളല്ല, സന്തോഷിക്കാൻ കഴിയുന്ന വിധികളല്ല ജനവിധികളായി പുറത്തു വന്നത്. പക്ഷേ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവ് തകരുന്നിടത്ത് ഈ രാജ്യം തകർന്നു പോകുമെന്നതാണ്. തിരിച്ചു വരാൻ കഴിയാത്ത വിധം ഇന്ത്യയുടെ ആത്മാവ് തകർന്നു പോകുന്നു എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നവരോട് ഞാൻ പറയുന്നു, ഇവിടെ തോറ്റുപോകുന്നത് കോൺഗ്രസ് അല്ല, ഓരോ ഇന്ത്യക്കാരനുമാണ്. യുപിയിൽ യോഗി ആദിത്യനാഥ് വീണ്ടും അധികാരത്തിൽ വന്നു എന്നത് ആരെയാണ് സന്തോഷിപ്പിക്കേണ്ടത്? യു പി ഇന്ത്യയുടെ ഹൃദയമാണ്. യു പി എന്ന് പറയുന്നത് ഒരുപക്ഷെ വർഗീയത കൊണ്ട് മാത്രം വരവരച്ച്, വർഗീയത കൊണ്ട് മാത്രം, വംശീയവറി കൊണ്ട് മാത്രം ഒരു നാടിന്റെ എല്ലാ നന്മകളെയും കെടുത്തിക്കളഞ്ഞു ആ ഭരണാധികാരി വീണ്ടും ജനാധിപത്യത്തിന്റെ മറപറ്റി അധികാരത്തിലേക്ക് നടന്നു നീങ്ങുന്നു എന്ന യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ആരെയാണ് തോൽപ്പിക്കുന്നത്? തോൽക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്, നമ്മൾ മാത്രമല്ല. ഇന്ത്യ മഹാരാജ്യം 1947 ഓഗസ്റ്റ് 15-ാം തീയതി ഈ നാട് സ്വാതന്ത്ര്യത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യ മുഴുവൻ വർണ്ണശബളമായ ആഘോഷത്തിമർപ്പിലേക്ക് നടക്കേണ്ടുന്ന സമയത്ത് ഈ രാജ്യത്ത് അന്ന് ജീവിച്ച 40 കോടി മനുഷ്യർ, ആ 40 കോടി മനുഷ്യരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ഇന്ത്യയുടെ ആത്മാവും പരമാത്മാവുമായ ഇന്ത്യയുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് ഈ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലൂടെ നഗ്നപാതനായി സഞ്ചരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ബാപ്പുജി, ഈ ഇരുണ്ട രാത്രിയിലും നിങ്ങൾ എന്താണ്? കാലിലൊരു ചെരുപ്പ് പോലും ധരിക്കാതെ അങ്ങ് എന്താണ് ഈ തെരുവിലൂടെ നടക്കുന്നത്? ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഈ തെരുവിലുള്ളത് എന്റെ സഹോദരങ്ങളുടെ രക്തമാണ്, ഇറ്റുവീണ എന്റെ സഹോദരന്മാരുടെ രക്തമാണ്. ആ രക്തത്തിൽ ഞാൻ എങ്ങനെയാണ് ചെരിപ്പിട്ട് ചവിട്ടുകയെന്നാണ്. ആരായിരുന്നു ആ രക്തത്തിന്റെ ഉത്തരവാദികളെന്ന്? അങ്ങനെ പറഞ്ഞ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഒരു മനുഷ്യന്റെ ഇടനെഞ്ചിലേക്ക് വെടിയുതിർത്ത് ആ മനുഷ്യനെയും കൊന്നവർ വീണ്ടും വീണ്ടും ജയിക്കുമ്പോ ഇന്ത്യ തോൽക്കുകയാണ്, ഇന്ത്യയുടെ ആത്മാവ് തോൽക്കുകയാണ്. നമ്മൾ ജയിക്കേണ്ടത് എവിടെയാണെന്നറിയുമോ? ഇന്ത്യയുടെ ആത്മാവിനെ തിരിച്ചു പിടിക്കുന്നിടത്താണ്, ഈ രാഷ്ട്രത്തിന്റെ യശസ്സിനെ തിരിച്ചു പിടിക്കുന്നിടത്താണ്, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ മൂല്യങ്ങളെ തിരിച്ചു പിടിക്കുന്നിടത്താണ്, ഇന്ത്യ എന്ന ആശയത്തെ തിരിച്ചു പിടിക്കുന്നിടത്ത് മാത്രമാണ്
എനിക്കും നിങ്ങൾക്കും ജയിക്കാൻ കഴിയുന്നത്. തോറ്റുകൊണ്ടേയിരിക്കുന്ന ഒരു ജനതയായി നമ്മൾ മാറിയാൽ അത് സമ്മതിച്ചു കൊടുക്കരുത്. അത് സമ്മതിച്ചു കൊടുത്താൽ മെരുക്കപ്പെട്ട് പാകപ്പെട്ടു കഴിഞ്ഞ ഒരു ജനതയായി ഇന്ത്യയിലെ 140 കോടി ജനത മാറുന്ന അവസ്ഥയുണ്ടായാൽ ലോക ചരിത്രത്തിന്റെ ഭൂപടത്തിൽ നിന്ന് ഒരു രാഷ്ട്രമല്ല, ലോകത്ത് നന്മയുടെ വെളിച്ചം പകർന്ന ഒരാശയമാണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയമാണ് തകർന്നു പോകുന്നത്. തകരുന്നത് ഞാനും നിങ്ങളുമാണ്, തോൽക്കുന്നത് നമ്മളെല്ലാവരുമാണ്. ആ തോൽവിയുടെ ആഘാതത്തെ കുറിച്ചാണ് ഇന്ത്യയിലെ ചെറുതും വലുതുമായ രാഷ്ട്രീയക്കാർ കുത്തിയിരുന്നു പഠിക്കേണ്ടത്. ദേശീയ പാർട്ടികൾ, പ്രാദേശിക പാർട്ടികൾ എല്ലാം മറന്ന് കുത്തിയിരുന്നു പഠിക്കേണ്ടത് ആ തോൽവിയുടെ അപകടത്തെ കുറിച്ചാണ്, അതിന്റെ ആഘാതത്തെ കുറിച്ചാണ്. നിങ്ങൾ ഇന്ന് ഒരു കോടതി വിധി, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ, ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ ഞാൻ ഷിബുവിനോട് സംസാരിക്കായിരുന്നു. ഇന്നൊരു കോടതി വിധി വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഒരു മതവിശ്വാസത്തിന്റെ സെന്റിമെന്റ്സുമായി നിങ്ങൾക്ക് അതിനെ ചേർത്ത് വെക്കാം. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ആ കോടതി വിധി പറഞ്ഞത് ഹിജാബിനെതിരായിട്ടുള്ള കർണാടക ഗവൺമെന്റിന്റെ സത്യവാങ്മൂലത്തെ, അഭിപ്രായത്തെ ഒരു കോടതി നോക്കി വായിച്ചിരിക്കുന്നു. അതൊരു വിധി തീർപ്പാക്കി വന്നിരിക്കുന്നു. എന്താണ് രാജ്യത്ത് സംഭവിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഹിജാബാവട്ടെ, പർദ്ദയാവട്ടെ, ചുരിദാറാവട്ടെ, ഇനി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേഷമാവട്ടെ, ഞാൻ എന്ത് വേഷം ധരിക്കണമെന്ന് പറയുന്നത് ഇനി മതപരമല്ലെങ്കിൽ, ഇസ്ലാം മത വിശ്വാസിയല്ലാത്ത ഒരാൾ ഹിജാബ് ധരിക്കണമെന്ന് പറഞ്ഞാൽ അവന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണത്, അവളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഇസ്ലാം മത വിശ്വാസിയല്ലാത്ത ഒരാൾക്ക് പർദ്ദ ധരിക്കണമെന്ന് പറഞ്ഞാൽ അത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഈ വസ്ത്രത്തിന് മതത്തിന്റെ കള്ളികൾ ഉണ്ടാക്കിയിട്ട് പൗരസ്വാതന്ത്ര്യത്തിന് കൂച്ചുവില കിടുന്നത് വംശീയവരിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എന്ന് വരികയാണ്. രാജ്യത്തെ കോടതികൾ രാജ്യത്തെ വർഗീയവാദികളായ ഭരണാധികാരികളുടെ തിട്ടൂരങ്ങളെ നോക്കി വായിക്കാൻ തുടങ്ങുന്ന ഒരു രാജ്യത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. തോൽക്കുന്നതിന്റെ അപകടം എത്ര വലുതാണ്, നമ്മൾ തോറ്റുപോകുന്നതിന്റെ അപകടം എത്ര വലുതാണെന്ന് ഓരോ ദിവസവും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് തോൽക്കുമ്പോ ഇന്ത്യയിൽ തോറ്റുപോകുന്നത് നമ്മളാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരാണ്. ഹിജാബിന്റെ വിഷയത്തെ കേവലം ഒരു മതവിശ്വാസിയുടെ വിശ്വാസപരമായ പ്രശ്നം മാത്രമല്ല, വസ്ത്രത്തിന്റെ പ്രശ്നം വരുന്നിടത്ത് അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. ഞാൻ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് ആത്യന്തികമായി തീരുമാനിക്കാനുള്ള അവകാശം എന്റേതാണ്. ഞാൻ കുർത്ത ഇടണോ, ഞാൻ പൈജാമ ഇടണോ, ആരാണ് തീരുമാനിക്കേണ്ടത്? അത് തീരുമാനിക്കാനുള്ള അവകാശം എന്റേതാണ്. എന്റെ വിശ്വാസത്തിനകത്ത് കുർത്ത ഇല്ലെന്ന് പറഞ്ഞു, എന്റെ വിശ്വാസത്തിനകത്ത് ജീൻസ് ഇല്ലെന്ന് പറഞ്ഞു, എന്റെ വിശ്വാസത്തിനകത്ത് കോട്ടൺ വസ്ത്രങ്ങൾ ഇല്ലെന്ന് പറഞ്ഞു. എന്റെ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ രാജ്യത്ത് ഏത് കോടതിക്കാണ് അവകാശമുള്ളത്? ഈ രാജ്യത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ഈ നാടിന്റെ ഭരണഘടനയാണ്. ആ ഭരണഘടന നിലനിൽക്കുന്നത് എഴുതപ്പെട്ട ഒരു ഏടായിട്ടല്ല, എഴുതപ്പെട്ട ഒരു പുസ്തകമായിട്ടല്ല, മറിച്ച് ആ ഭരണഘടനയ്ക്ക് ആത്മാവുണ്ട്. ആ ആത്മാവ് വെച്ചാണ് സ്വാതന്ത്ര്യത്തിന്റെ 3/4 നൂറ്റാണ്ടുകാലവും ഈ രാജ്യം മുന്നോട്ട് പോയത്. തകരുന്നത് എന്താണെന്നറിയുമോ? ഏതെങ്കിലും ഒരു ജനതയുടെ വിശ്വാസം മാത്രമല്ല, അതൊരു ടാർഗറ്റാണ്. വിശ്വാസത്തെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരു ടാർഗറ്റാണ്. ഒരു രാജ്യത്തെ കൊല്ലാൻ, ഒരു രാജ്യത്തെ ഇല്ലാതെയാക്കാൻ വിശ്വാസ തകർക്കുക എന്ന് പറയുന്നത് ഒരു ടാർഗറ്റാണ്, ഒരു ഇന്റലക്ച്വൽ ടാർഗറ്റ്. അതാണ് ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഇന്റലക്ച്വൽ ടാർഗറ്റ് ആണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായി, ഒരുപക്ഷെ ഇസ്ലാമിക വിശ്വാസങ്ങൾക്കെതിരായി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുണ്ടാകുമ്പോ സംഭവിക്കുന്നത് എന്താണ്? അതുണ്ടാകുമ്പോ സംഭവിക്കുന്നത്
ഭരണഘടന തകർക്കാനുള്ള ഏറ്റവും വലിയ ഒരു ടൂളായി മതവിശ്വാസങ്ങളെ നോക്കിക്കാണുന്നു എന്നതാണ്. ഇതിന് മതത്തിന്റെ പേരിട്ടാൽ, പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നതിന് മതത്തിന്റെ പേരിട്ടാൽ, മതവിശ്വാസത്തിന്റെ പേരിട്ടാൽ അത് അംഗീകരിക്കപ്പെടുമെന്നാണ്. കാരണം എന്താണെന്നറിയുമോ? ഇന്ത്യയിൽ വ്യാപകമായി സംഘപരിവാറും ഇടതുപക്ഷവും, ഞാനത് ചേർത്ത് വായിക്കുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. നിങ്ങൾ ആധുനിക കാലത്ത്, പുതിയ കാലത്ത് നിങ്ങൾ ക്ലബ് ഹൗസിന്റെ പരിസരങ്ങളിൽ, രാജ്യത്തെ സോഷ്യൽ മീഡിയയുടെ പരിസരങ്ങളിൽ നിങ്ങൾ ഒന്ന് ഇറങ്ങിച്ചെല്ലണം. നമ്മൾ പറഞ്ഞാൽ മതി RSS എന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് RSS എന്ന്. BJP എന്ന് പറഞ്ഞാൽ മതി, സംഘപരിവാർ എന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും അതെത്രത്തോളം മുസ്ലിംകൾക്കെതിരാണെന്ന്, അതെത്രത്തോളം വിശ്വാസികൾക്കെതിരാണെന്ന്, അതെത്രത്തോളം നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരാണെന്ന്. പക്ഷെ മനസ്സിലാകാത്ത ഒന്നുണ്ട്. CPM എന്ന് പറഞ്ഞാൽ, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ, CPM എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകാത്ത ഒന്നാണ്. നിങ്ങൾ കേരളത്തിലെ ക്ലബ് ഹൗസുകളിൽ മാത്രം നടക്കുന്ന ചർച്ചകൾ നിങ്ങൾ ഒന്നെടുത്ത് പരിശോധിച്ചു നോക്ക്. എന്താണ് RSS ചെയ്തത്? RSS എന്തുകൊണ്ട് RSS UP-യിൽ സ്ഥാനാർത്ഥികളെ നിർത്തി? അവര് പറഞ്ഞ പ്രധാനപ്പെട്ട പ്രചരണങ്ങളിൽ ഒന്നെന്തായിരുന്നെന്നറിയുമോ? ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളില്ലെന്നാണ്. ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളില്ല. മുസ്ലിങ്ങളില്ലെങ്കിൽ എങ്ങനെയാണ് തങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥികൾ അതൊരു പ്ലസ് പോയിന്റായി മാറുക? അതിനവർ ചെയ്തത് എന്താണ്? ഇവർ വെറുക്കപ്പെടേണ്ടുന്ന ഒരു സമൂഹമാണെന്ന് നിരന്തരം കളവ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. RSS ചെയ്തത് എന്താണ്? ഉത്തരേന്ത്യയിൽ RSS ചെയ്തത് എന്താണ്? അതാണ് സംഘപരിവാറിന്റെ ഇന്റലക്ച്വൽ വേദികൾ മുഴുവൻ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി. വെറുക്കപ്പെടേണ്ടുന്ന ഒരു സമൂഹമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പൊതുസമൂഹത്തിന് പുതുധാരണകൾ നിർബന്ധപൂർവം നിർമ്മിച്ചെടുത്തു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ക്ലബ് ഹൗസുകൾക്ക് അത്തരം ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് RSS അല്ല. RSSന്റെ നുണപ്രചരണങ്ങൾ നേരിടാൻ മാത്രം പ്രബുദ്ധമാണ് കേരളത്തിന്റെ മണ്ണ്. എന്നാൽ ആ ചർച്ച കേരളത്തിൽ ഏറ്റെടുക്കുന്നത് ഇടതുപക്ഷമാണ്, CPM ആണ്, ചെങ്കൊടി പിടിച്ച കമ്മ്യൂണിസ്റ്റുകാരാണ്. ക്ലബ് ഹൗസുകളിൽ നടക്കുന്ന ചർച്ച എന്താണ്? ഇസ്ലാം പ്രാകൃതമായ മതമാണ്, ഇസ്ലാം പ്രാകൃതമായ മതമാണ്. ഇനി മുസ്ലിങ്ങൾ ആ പ്രാകൃത മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അവർ വെറുക്കപ്പെടേണ്ടവരാണ്. ക്ലബ് ഹൗസിൽ ഒരു ദിവസം നടക്കുന്ന ചർച്ചയാണ് നിങ്ങൾക്ക് ഇടതു കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലെന്നാണ്. അവരുടെ വസ്ത്രം, അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ വാക്കുകൾ, അവരുടെ ജീവിത രീതി, അവരുടെ വിവാഹം എല്ലാം പ്രാകൃതമാണ്. ഇവർ ഒരു ആധുനിക മനുഷ്യ സമൂഹത്തിൽ ജീവിക്കാൻ അർഹരല്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ മറ്റൊരു വാക്കെന്താണെന്നറിയുമോ നിങ്ങൾ? ഇത് നവനാസിസമാണ്. നവനാസിസമാണ്. കൂടെ പഠിക്കുന്ന തന്റെ സഹപാഠിയെ പിടിച്ചുകൊണ്ടുപോയി കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊല്ലാൻ വേണ്ടി പിടിച്ചുകൊണ്ടു പോകുമ്പോ കൂടെയിരിക്കുന്ന തന്റെ സുഹൃത്തിനറിയാമത്രേ തന്റെ കൂട്ടുകാരനെ പിടിച്ചുകൊണ്ടു പോകുന്നത് കൊല്ലാനാണ്. പക്ഷെ അവൻ പ്രതികരിച്ചില്ല. എന്തുകൊണ്ടെന്നറിയുമോ? നാസിസം അവിടെ പ്രചരിപ്പിച്ച ഒരു ക്യാമ്പയിൻ ഉണ്ട്. എന്താണ്? ജൂതന്മാർ കൊല്ലപ്പെടേണ്ടവരാണ്, ജീവിക്കേണ്ടവർ തങ്ങൾ മാത്രമാണ്, ആര്യരക്തത്തിനു മാത്രമേ ജർമ്മനിയിൽ ജീവിക്കാൻ സാധിക്കൂ, അതുകൊണ്ട് ജൂതന്മാർ കൊല്ലപ്പെടേണ്ടവരാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ വെറുപ്പിന്റെ പ്രചരണം കേരളത്തിൽ ഏറ്റെടുത്തവരുടെ പേര് CPM എന്നാണ്, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. അതിന്റെ വിവിധ വർഗ ബഹുജന സംഘടനകളാണ്, അതിന്റെ ഇന്റലക്ച്വൽ വേദികളാണ്. യുക്തിവാദത്തിന്റെ പേര് പറഞ്ഞു വരുന്നവർ അവര് പ്രചരിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുമ്പോ അസഹിഷ്ണുത കാണിക്കുകയാണോ? ഇസ്ലാമിനെ നിങ്ങൾക്ക് വിമർശിക്കാം ആശയപരമായി ഏതറ്റം വരെയും. നിങ്ങൾക്ക് ഏതു പ്രമാണത്തെയും എടുത്ത് വിമർശിക്കാം. അതിനെ നേരിടാൻ മാത്രമുള്ള സർഗാത്മകത ആ സമൂഹം കേരളത്തിനകത്ത് നേടിയെടുത്തിട്ടുണ്ട്. അവരുടെ ആയിരക്കണക്കിന് വരുന്ന മദ്രസകളും കലാലയങ്ങളും അതിനു മാത്രമുള്ള ഊർജവും വിശ്വാസത്തിന്റെ കരുത്തും ആ തലമുറക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ മനഃപൂർവ്വം പ്രചരിപ്പിച്ചാൽ ഇവർ വെറുക്കപ്പെടേണ്ടവരാണെന്ന് മുസ്ലിം വേദികൾക്കകത്തു നിന്ന് ഈ യുക്തിവാദികൾ വെറുക്കപ്പെടേണ്ടവരാണെന്ന് പറയാത്തതെന്നറിയുമോ? അവര് പഠിച്ചിട്ടുണ്ട് ഒരു മനുഷ്യ അവന്റെ പട്ടിണി നിന്റെ പ്രശ്നമാണെന്ന്.
അവന്റെ അനാരോഗ്യം നിന്റെ പ്രശ്നമാണെന്ന്, അവന്റെ ജീവിത ചെലവുകൾ, ജീവിതപരമായ പ്രതിസന്ധികൾ നിന്റെ കൂടി പ്രശ്നമാണെന്ന്, അത് പരിഹരിക്കാൻ നിനക്ക് സാധിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നീ മറുപടി പറയേണ്ടി വരുമെന്ന്. എന്നാൽ യുക്തിവാദികൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്യുന്നത്, മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്നത്? ഇനി വിശുദ്ധ ഖുർആൻ കുഴപ്പമല്ലെന്ന് ഒരാൾ സമർത്ഥിച്ചാൽ അടുത്ത വാക്കതാണ് അത് കുഴപ്പമില്ലെങ്കിൽ മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണ്, ഇവർ പ്രാകൃതരാണ്, ഇവർ സ്ത്രീകൾക്കെതിരാണ്, ഇവരുടെ വസ്ത്രം കുഴപ്പമാണ്, ഇവരുടെ ഭക്ഷണം കുഴപ്പമാണ്, ഇവരുടെ വർത്തമാനം കുഴപ്പമാണ്, ഇവരാകെ കുഴപ്പക്കാരാണ്. യുപിയിൽ RSS പ്രചരിപ്പിച്ചത്, ഉത്തരേന്ത്യയിൽ RSS വ്യാപകമായി അവരുടെ ഇന്റലക്ച്വൽ വേദികളിൽ മുഴുവൻ പറഞ്ഞു പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്, കേരളത്തിൽ ആ ഉത്തരവാദിത്തം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി പിടിച്ച യുക്തിവാദികൾ ഏറ്റെടുത്തതിന്റെ ദുരന്ത ഫലം കേരളത്തിലേക്കും വരികയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം, നമ്മൾ നേരിടേണ്ടുന്ന രണ്ടു തരം പ്രതിസന്ധികൾ ഒരുപോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു സമൂഹത്തെ കുറിച്ചുള്ള വെറുപ്പ് പ്രചരിപ്പിച്ച് അവരെ ഇല്ലാതെയാക്കി, അവരെ കൊല്ലണമെന്ന് പറയാതെ പറയുകയാണ് ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുണ്ടാവരുതെന്ന് തീരുമാനിക്കുകയാണ് ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിസന്ധികളുടെ മുമ്പിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിൽക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തം കുറെ കൂടി ശക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഐഡന്റിറ്റിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ അസ്തിത്വമാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പിടിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളാണ് ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് മുസ്ലിം ലീഗ് രൂപീകൃതമായതെന്നറിയുമോ? അഭിമാനകരമായ നിലനിൽപ്പാണ്. 1947 ഓഗസ്റ്റ് 15 ശേഷം ഇന്ത്യയിലെ പതിതരായ ന്യൂനപക്ഷ സമൂഹത്തിന്റെ മുമ്പിൽ ഉയർന്നു വന്ന ചോദ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ കൊടുത്ത ഒരു മറുപടിയുണ്ട്. മുസ്ലിംകളുടെ രാഷ്ട്രീയമായി സംഘടിക്കണമെന്നാണ്. എന്തിനു വേണ്ടി എന്നറിയുമോ? രാജ്യത്തെ വെറുപ്പ് പറയാനല്ല, രാജ്യത്തിന്റെ അധികാരവും ചെങ്കോലും കൈകാര്യം ചെയ്യാനല്ല, മറിച്ച് ബ്രിട്ടീഷുകാരൻ ചവച്ചു തുപ്പിയ ഒരു നാടുണ്ട് ഇവിടെ, തകർന്നു പോയ ഒരു നാടുണ്ട് ഇവിടെ. ആ നാടിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ ഇന്ത്യയിലെ ഒരു പ്രബല ന്യൂനപക്ഷ കമ്മ്യൂണിറ്റി എന്ന അർത്ഥത്തിൽ, ഇന്ത്യയിലെ ഒരു പ്രബല പൗരസമൂഹം എന്ന അർത്ഥത്തിൽ ഈ രാജ്യത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി അതിന്റെ മുമ്പിൽ ഒരു പ്രതിബന്ധമായി നിൽക്കരുത് എന്നാണ്. ഈ രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിനകത്ത് അവരുടെ പങ്ക് നിർവഹിക്കണമെന്നാണ്, അവരുടെ പങ്ക് നിർവഹിക്കാൻ അവർക്ക് അവസരങ്ങൾ ഉണ്ടാകണമെന്നാണ്. അവിടെയാണ് അഭിമാനകരമായ അസ്തിത്വം ഉണ്ടാവുക എന്നാണ് ഖായിദുൽ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഈ ജനതയെ പഠിപ്പിച്ചത്. അങ്ങനെ പഠിപ്പിച്ചു വന്ന ഒരു ജനതയെ ഏറ്റെടുത്തത് കേരളമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കേരളത്തിലെ വഖഫ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പ്രസ്താവനയുണ്ട്. എന്താണെന്നറിയുമോ? വഖഫ് നിയമനങ്ങൾ PSCക്ക് വിടുമെന്നാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഈ പച്ചപ്പതാക പാറുമ്പോ അത് നിന്റെ കമ്മ്യൂണിസ്റ്റ് നേതാവ് പിണറായി വിജയന്റെ വ്യാമോഹം മാത്രമാണ് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. പൂതി മനസ്സിൽ വെക്കണം. എന്റെ പ്രിയപ്പെട്ട സഖാക്കളോട് പറയാനുള്ളത്, കേരള ഗവൺമെന്റിനോട് പറയാനുള്ളത്, പൂതി മനസ്സിൽ വെക്കണം. ഈ പച്ചപ്പതാക പിടിച്ച് തോളിലണിഞ്ഞ് ഞങ്ങളൊരു സമരത്തിനിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സമരം ജയിച്ച ചരിത്രം മാത്രമാണ് കേരളത്തിനകത്തുള്ളത് എന്നുകൂടി നിങ്ങൾ എഴുതി വെച്ചോ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, കമ്മ്യൂണിസ്റ്റ് ചതിയുടെ ആഴം എത്ര വലുതാണെന്ന്, കമ്മ്യൂണിസ്റ്റുകാരന്റെ ചതിയുടെ ആഴം എത്ര വലുതാണെന്ന് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല. പക്ഷേ ആ ചതിയുടെ ആഴവും പരപ്പും നിങ്ങൾ അറിയണം. പലരും ചോദിക്കുന്നുണ്ട്, എന്താണ് വഖഫ് ബോർഡിനകത്ത് 150 പേരെ നിയമിച്ചാൽ എന്തു കുഴപ്പമാണ് നിങ്ങൾക്ക് വരിക എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വഖഫ് സ്വത്തുക്കൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കേരളത്തിൽ വഖഫ് സ്വത്തുക്കൾ ഉണ്ടാക്കിയത്? എന്റെ മുമ്പിൽ ഇരിക്കുന്ന കാരണവന്മാർ അവർക്കറിയാമല്ലോ എങ്ങനെയാണ് നമ്മൾ വഖഫ് സ്വത്തുക്കൾ ഉണ്ടാക്കിയത്. മതപണ്ഡിതന്മാർ അവർ തെരുവുകളിൽ വന്ന് പ്രസംഗിക്കും. അവര് പ്രസംഗിച്ച് സ്വർഗത്തെക്കുറിച്ച് വലിയ മോഹങ്ങൾ, നരകത്തെക്കുറിച്ചുള്ള ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ എല്ലാം പറയും. എന്നിട്ട് പള്ളിയുടെ സംഭാവനയെക്കുറിച്ച്, മദ്രസകളുടെ സംഭാവനകളെ കുറിച്ച് പറയും. നമ്മുടെ വല്യമ്മമാർ അവരുടെ ആഭരണങ്ങൾ അടിച്ച് അവരുടെ മുമ്പിൽ വന്ന ബക്കറ്റിലിട്ട് കൊടുക്കും. പലതും അത് കഴിയാത്തവർ പച്ചക്കറി കൊണ്ടുവരും. നമ്മൾ പച്ചക്കറി ലേലം ചെയ്യും. പയറും വെണ്ടക്കയും കൈപ്പക്കയും ഒക്കെ മതപഠന ക്ലാസുകളിൽ ലേലം ചെയ്തു അതിൽ നിന്ന് ഒരു കൂട്ടിയ നാണയത്തുട്ടുകൾ കൊണ്ടാണ് ഈ വരുന്ന കോടിക്കണക്കിന് വരുന്ന വഖഫ് സ്വത്തുക്കൾ ഉണ്ടായത്. ഗൾഫിലേക്ക് ആളുകൾ പോകാൻ തുടങ്ങിയപ്പോ
ഗൾഫിലെ മണ്ണനാരണ്യത്തിൽ ജീവിതം ഹോമിച്ച മനുഷ്യരുടെ വിയർപ്പിന്റെ തുകയാണ് വഖഫ് സ്വത്തുക്കളായി മാറിയത്. ആ വഖഫിന് നിയ്യത്തുണ്ട്, ഉദ്ദേശമുണ്ട്. എന്താ ഉദ്ദേശം എന്നറിയോ? പരലോകമാണ്. പരലോകമാണ്, അതിനപ്പുറം ഒരു ഉദ്ദേശമില്ല. പരലോകമാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ വഖഫ് നിയമനങ്ങൾ PSCക്ക് വിട്ടാൽ ഗവൺമെന്റിന് അവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണെന്നറിയോ? ഇതിലെ നിയമനം മുസ്ലിങ്ങൾക്ക് എന്ന് മാത്രമാണ്. ഈ മുസ്ലിം എന്നത് സർട്ടിഫൈ ചെയ്യുന്നത് ആരാണ്? അവന്റെ സർട്ടിഫിക്കറ്റിൽ മുസ്ലിം ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ്. SLC ബുക്കിൽ മുസ്ലിം ഉണ്ടോ? അങ്ങനെ മുസ്ലിം ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് MP രാജേഷിന്റെ ഭാര്യക്ക് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം കൊടുത്തത് കാലടി സർവകലാശാലയിൽ. തന്റെ സർട്ടിഫിക്കറ്റിന്റെ അകത്ത് മുസ്ലിം സംവരണത്തിന്റെ ആനുകൂല്യം ഉപയോഗിച്ചാണ് MP രാജേഷിന്റെ ഭാര്യ ജോലി ചെയ്യുന്നത്. പല കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരുടെയും ഭാര്യമാർ നിയമിതരാകുന്നത് മുസ്ലിം സംവരണത്തിന്റെ മറവിലാണ്. ഞാൻ ചോദിക്കട്ടെ, ലിയാഖത്ത് അലിയുടെ കയ്യിലേക്ക്, ജബ്ബാർ മാഷുടെ കയ്യിലേക്ക് ഈ വഖഫ് സ്വത്തുക്കൾ എത്തിയാൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഈ വഖഫ് കൈകാര്യം ചെയ്യാൻ അവർ ശ്രമിച്ചാൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? വഖഫിന്റെ സ്പിരിറ്റ് അറിയാത്തവർ, വഖഫ് ഭൂമി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തവർ, അത് കൊടുത്തവന്റെ മനസ്സു കാണാൻ കഴിയാത്തവർ, അത് കൈകാര്യം ചെയ്യുമ്പോ ഈ നാട്ടിലെ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുമെന്ന് പറഞ്ഞാൽ ഇത് കമ്മ്യൂണിസ്റ്റ് ബുദ്ധിയാണ്. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമല്ലോ, വഖഫിനെ തകർക്കുക എന്നതാണ്. വഖഫിനെ തകർക്കുക എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ലോക ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് ചതിയുടെ ആഴങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ലോകത്തിന്റെ ചരിത്രത്തിലേക്ക് ഒരിക്കലെങ്കിലും ഒന്ന് വെറുതെ ഒന്ന് പരതി നോക്കണം. 1917 റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുന്നത്. റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുമ്പോ റഷ്യയിലെ മതപണ്ഡിതന്മാരുടെ യോഗം ചേരുന്നുണ്ട്. റഷ്യയിലെ മതപണ്ഡിതന്മാരുടെ യോഗം ചേർന്ന് ആ യോഗത്തെ അഭിസംബോധന ചെയ്ത് സ്റ്റാലിനും ലെനിനും സംസാരിക്കുന്നുണ്ട്. സ്റ്റാലിനും ലെനിനും അവിടുത്തെ മതപണ്ഡിതന്മാരോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഈ വിപ്ലവത്തിന് നിങ്ങൾ കൂടെ നിന്നാൽ, ഈ വിപ്ലവത്തെ നിങ്ങൾ വിജയിപ്പിച്ചാൽ ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിങ്ങൾക്ക് സ്വതന്ത്ര ഇസ്ലാമിക് റിപ്പബ്ലിക് തരാമെന്നാണ്. രണ്ടാമത്തെ ചോദ്യം കുറെ കൂടി വൈകാരികമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ നാവ് കൊണ്ട് 10 പേർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. ആ 10 പേർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞവരിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പേരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര്. അവര് പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം പുരണ്ട മുസ്ഹഫ് സർ ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിലുണ്ട്, നിങ്ങൾക്ക് ആ മുസ്ഹഫ് ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ്. റഷ്യയിലെ വിപ്ലവം കഴിഞ്ഞു. റഷ്യയിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ചെങ്കൊടി തോളിലേറ്റിയിട്ട് മുസ്ലിങ്ങൾ തെരുവിലേക്ക് പണ്ഡിതന്മാരുടെ ആഹ്വാനം ഉൾക്കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി. തക്ബീർ ധ്വനികൾ കൊണ്ട് കൂടി മുഖരിതമായിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം. അവിടെ ജയിച്ചപ്പോ നമ്മൾ കണ്ടത് എന്താണ്? സമർഗന്ധിൽ മാത്രം, സമർഗന്ധ് എന്ന് പറയുന്ന ഒരു നഗരത്തിൽ മാത്രം ആയിരക്കണക്കിന് പള്ളികളാണ് തകർക്കപ്പെട്ടത്. അവിടുത്തെ ഉലമാക്കൾ, അവിടുത്തെ പണ്ഡിതന്മാർ, ഇസ്ലാമിസ്റ്റുകൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരന്റെ കൊലക്കത്തിക്കിരയായി. അവരെ ജയിലിലടക്കപ്പെട്ടു. ബുഖാറയുണ്ടത്, ഇമാം ബുഖാരിയുടെ നാളുള്ളത് റഷ്യയിലാണ്. സകല ഇസ്ലാമിക സ്മാരകങ്ങളും തകർക്കപ്പെട്ടു. ഇസ്ലാമിക സമൂഹത്തിന്റെ ആചാരപരമായ സകല നിലനിൽപ്പും അവിടെ ചോദ്യം ചെയ്യപ്പെട്ടു. അസ്തിത്വം തന്നെ തകർക്കപ്പെട്ടു. അസ്തിത്വം തകർക്കപ്പെട്ട റഷ്യയിലെ മുസ്ലിങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് ഖായിദ്-എ-ആസം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ തലപ്പത്തേക്ക് വരുന്നത്. ഇന്ത്യയിൽ ലീഗ് ഉയർത്തിപ്പിടിച്ച ഒരു താല്പര്യമുണ്ട്. എന്താണെന്നറിയുമോ? സമുദായത്തിന്റെ രാഷ്ട്രീയം ഒരാളുടെയും മാലയിൽ കൊണ്ടുപോയി കെട്ടേണ്ടതല്ലെന്നാണ്. 1948 മാർച്ച് 10 ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അത് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. ഈ സമുദായത്തിന്റെ രാഷ്ട്രീയം എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിയാൽ അതിന്റെ വില കൊടുക്കേണ്ടി വരുന്ന ഒരു ജനതയായി, ചരിത്രത്തിൽ ചതിയുടെ ഭാരങ്ങൾ ഏറ്റെടുക്കേണ്ടുന്ന ഒരു ജനതയായി ഇന്ത്യയിലെ പ്രബല കമ്മ്യൂണിറ്റി മാറുമെന്നാണ്. വളരെ ചുരുക്കം പേരാണ് അത് കേട്ടത്. ഡൽഹിയിൽ മുസ്ലിം സമുദായത്തിന്റെ മൊത്തം കുത്തക ഏറ്റെടുത്തത് ഡൽഹി ഇമാമുമാരാണ്. നിങ്ങൾ ഇന്ന് UP-യെ കുറിച്ച് പറയുമല്ലോ, ഇവിടെ ഷിബു ഒക്കെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് ഡൽഹിയെ കുറിച്ച് പറയുമല്ലോ, അസാമിനെ കുറിച്ച്, കർണാടകയെ കുറിച്ച്, അസാമിനെ കുറിച്ച്, ഒറീസയെ കുറിച്ച് നിങ്ങൾ പറയുമല്ലോ. ഉത്തരേന്ത്യയിലെ ഇന്ത്യയിലെ ഒരു വലിയ ബെൽറ്റ്, ആ ബെൽറ്റിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ രാഷ്ട്രീയം ഏറ്റെടുത്തത് ഡൽഹിയുടെ ഇമാമുമാരാണ്. ഡൽഹി ഇമാമുമാരുടെ
ഓഫീസിനകത്തേക്ക് ഓരോ തെരഞ്ഞെടുപ്പും വരുമ്പോ അവരുടെ മുമ്പിലേക്ക് വരുന്ന പെട്ടിയുടെ കനത്തിനനുസരിച്ചാണ് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചത്. ആ രാഷ്ട്രീയ നിലപാടിന്റെ ഇരകളാണ് യുപിയിലെ തകർന്നു പോയ ഒരു സമുദായമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ രാഷ്ട്രീയ നിലപാടിന്റെ ഇരകളാണ്. നിങ്ങൾ ചോദിക്കും, ലീഗ് CPM-ന്റെ കൂടെ ഭരിച്ചിട്ടില്ലേ? നമ്മൾ ഭരിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയുമോ? വിലപേശി നിന്നിട്ടാണ്. പൊളിറ്റിക്സിനകത്ത് വിലപേശി നിന്നിട്ടാണ് ഞങ്ങൾ നിന്നിട്ടുണ്ട്. ഞങ്ങൾ വെച്ച ഡിമാൻഡ് എന്താണെന്നറിയുമോ? നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കാം, ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വേണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ അങ്ങനെ കൊണ്ടുവന്നതാണ്. നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കാം, മലപ്പുറം ജില്ല വേണം, അങ്ങനെ കൊണ്ടുവന്നതാണ്. ഞങ്ങൾ നിൽക്കാം, അറബി ഭാഷ നടപ്പിലാക്കണം. ഞങ്ങൾ നിൽക്കാം, ഞങ്ങളുടെ പെൺകുട്ടികളെ പഠിക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങൾക്ക് ഗ്രാന്റ് വേണം ഞങ്ങളുടെ പെൺകുട്ടികൾക്ക്. ഞങ്ങൾ നിൽക്കാം, ഞങ്ങളുടെ യത്തീംഖാനകൾക്ക് നിങ്ങൾ ഗ്രാന്റ് കൊടുക്കണം. വിലപേശി നിന്നിട്ടുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ജനാധിപത്യത്തിനകത്ത് വിലപേശി നിന്നിട്ടുണ്ട്. തന്റെ ഇടത്തോടെ നിന്നിട്ടുണ്ട്. മുന്നണികൾക്കകത്ത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ, അവകാശങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിന്നിട്ടുണ്ട്. അങ്ങനെ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു രാഷ്ട്രീയ ബോധമാണ്, ഒരു രാഷ്ട്രീയ പുരോഗതിയാണ്, സാമൂഹിക പുരോഗതിയാണ് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പുരോഗതി എന്ന് പറഞ്ഞത്. വല വീശി പിടിക്കാൻ പലരും വന്നിട്ടുണ്ടല്ലോ. എത്ര തീവ്രവാദ സംഘടനകൾ, എത്ര ഭീകരവാദ സംഘടനകൾ. മുസ്ലിം ലീഗ് അവരോട്, ഈ സമുദായത്തെ പുറകോട്ട് പിടിച്ചു വലിക്കുന്നവരോട് ലീഗ് ഏറ്റുമുട്ടി. കഴിഞ്ഞ 3/4 വർഷക്കാലത്തോളം മുസ്ലിം ലീഗ് അവരോട് ഏറ്റുമുട്ടി. രാഷ്ട്രീയമായും മതപരമായും രാഷ്ട്രീയമായും മുസ്ലിം ലീഗ് അവരോട് ഏറ്റുമുട്ടി. ലീഗ് നിന്നത് എവിടെയാണെന്നറിയുമോ? ഒരു സമുദായത്തിന്റെ ഐക്യത്തെ, ഒരു സമുദായത്തിന്റെ സംഘബോധത്തെ, ആ സംഘബോധത്തെ ഈ ജനാധിപത്യ ഇന്ത്യക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക് ആ സമൂഹത്തിന്റെ സംഘബോധത്തെ തിരിച്ചുവിട്ടുകൊണ്ടാണ് ഒരു സമുദായം എന്ന നിലക്ക്, ഒരു ജനത എന്ന നിലക്ക് നിങ്ങളുടെ അഭിമാനകരമായ ജീവിത സാഹചര്യം ഉറപ്പുവരുത്തുന്നതോടൊപ്പം ഒരു രാഷ്ട്രം എന്ന നിലക്ക് ഈ രാഷ്ട്രത്തെ ശാക്തീകരിക്കുന്നതിലേക്ക് ആ ശക്തിയെ തിരിച്ചുവിട്ടുകൊണ്ടുകൂടിയാണ്. ഭിന്നിപ്പുകളെ ലീഗ് എതിർത്തു. സമുദായത്തിന്റെ രാഷ്ട്രീയത്തിനകത്തേക്ക് കൈകടത്തിയിട്ട് ഒരു ജനതയെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചപ്പോ ലീഗ് അവിടെ നിന്നിട്ടുണ്ട്. അതിനെതിരായി ഉത്തരേന്ത്യയിൽ കഴിഞ്ഞത് ശത്രുക്കൾക്ക് കേരളത്തിൽ കഴിയാതിരുന്നത് കൊണ്ട് ഈ പച്ച പതാകയുടെ ബലത്തിൽ മാത്രമാണ്. നിങ്ങൾ തകർക്കാൻ ശ്രമിച്ചതാണ്. പശ്ചിമ ബംഗാളിൽ നിങ്ങൾ തകർത്തതാണ്. ത്രിപുരയിൽ നിങ്ങൾ തകർത്തതാണ്. യുപിയിൽ തകർന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ? രാഷ്ട്രീയമായ ഇച്ഛാശക്തിയിലേക്ക് ഒരു സമൂഹത്തെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നേതൃത്വമില്ലാതെ പോയപ്പോഴാണ്. അവർ ഭിന്നിച്ചു നിന്നു. അവർക്കൊരിക്കലും ഒന്നിക്കാൻ ആരും അനുവദിച്ചില്ല. ഒരു രാഷ്ട്രീയക്കാരും. അവർക്ക് വേണ്ടത് തെളിച്ചു കൊണ്ടുപോകുന്ന വോട്ട് യന്ത്രങ്ങളെയായിരുന്നു. ആ യന്ത്രങ്ങൾ അവിടെ ഉണ്ടാക്കി. ഇനി വോട്ട് പോലും നഷ്ടപ്പെട്ടാൽ പോലും ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത വിധം ആ ജനത തകർക്കപ്പെട്ടു. എന്നാൽ കേരളത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സമൂഹം ഉണ്ടായി. എല്ലാവരും ഭയപ്പെടുക. അങ്ങനെയാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെയാണ് ഭയപ്പെടുക. വിരൽ ചൂണ്ടുന്നവനെയാണ് ഭയപ്പെടുക. അവനെയാണ് പേടിക്കുക. ഇന്ത്യയിലെ ഒരു കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ഒരു ജനതക്ക് തകർന്നു പോകുമ്പോ അധികാരത്തിന്റെ 7 അടി പാതകളിൽ നിന്ന് പോലും മാറി നിന്ന് മീറ്ററുകളോളം അപ്പുറത്തേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും എഴുന്നേറ്റ് നിന്ന് ഒന്ന് ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു ജനത ഇന്ത്യ മഹാരാജ്യത്തിന്റെ നേർസാക്ഷ്യങ്ങളായി നമ്മുടെ മുമ്പിൽ നിൽക്കുക. പിടിച്ചുകൊണ്ടുപോയിട്ട് പെട്രോൾ അടിച്ച് കത്തിക്കുമ്പോ ബാബ എന്ന നിലവിളി പോലും പുറത്തു വരുന്നതിന് മുമ്പ് ഒരു പിടിച്ചാരമാകുന്ന മനുഷ്യർ കഴുത്തറുത്ത് കൊല്ലുമ്പോ അവസാനത്തെ നിലവിളി പോലും പുറത്തു വരുന്നതിന് മുമ്പ് പെട്ടഞ്ഞു മരിക്കുന്ന മനുഷ്യർ നമ്മുടെ മുമ്പിൽ നേർസാക്ഷ്യങ്ങളായി നിൽക്കുന്നിടത്താണ് ഒരു ജനത പഠിപ്പിക്കുകയും വളരുകയും ചെയ്ത് ഞങ്ങൾ അഭിമാനത്തോടുകൂടെ സ്വത്വരാഷ്ട്രീയത്തെ കുറിച്ച്, നിങ്ങളുടെ ഐഡന്റിറ്റിയെ കുറിച്ച്, ആ ഐഡന്റിറ്റി ഉയർത്തുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് ഈ കേരളത്തിനകത്ത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുണ്ടാക്കിയത് ഐക്യബോധം ഒരു സമൂഹത്തിന് പകർന്നു കൊടുത്തുകൊണ്ടാണ്. നിങ്ങൾ ഭിന്നിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ വഖഫ് സ്വത്തിലേക്ക് കൈനീട്ടുമ്പോ
നിങ്ങൾക്കിടയിലേക്ക് സുന്നിയുടെയും മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും വരവരച്ച് വരുന്നവരുണ്ട്. മുസ്ലിം ലീഗ് ഈ നേട്ടങ്ങൾ മുഴുവൻ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത് അത്തരം വരകൾ വരച്ചുകൊണ്ടല്ല. ആ വരകളുടെ നേരടി പാതകൾക്കിടയിൽ യോജിപ്പിന്റെ കൈകൾ നീട്ടിവെച്ചുകൊണ്ടാണ്, ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. അതിനെ തകർക്കാനുള്ള ശ്രമങ്ങളെ കരുതിയിരിക്കാൻ മുസ്ലിം ലീഗിന്റെ വേദികൾക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ ജാഗ്രത പാലിക്കണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ജാഗ്രത പാലിക്കണം. ഇന്ത്യയിൽ നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിനുള്ള ഒരൊറ്റ മറുപടിയുള്ളൂ: ഇന്ത്യയുടെ ഭരണഘടന എന്നാണ്. ഇന്ത്യയുടെ ഭരണഘടന എന്നാണ്. നിങ്ങൾക്ക് തക്ബീർ മുടക്കാൻ, നിങ്ങൾക്ക് ഹിജാബ് ധരിക്കാൻ, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ, നിങ്ങൾക്ക് സമ്പാദിക്കാൻ, നിങ്ങളുടെ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചു ജീവിക്കാൻ ഈ രാജ്യത്ത് നിങ്ങളുടെ കയ്യിലുള്ളത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. പക്ഷെ ഇന്ന് നേരിടുന്ന പ്രശ്നം എന്തെന്നറിയുമോ? ഈ ഭരണഘടനയുടെ ശത്രുക്കൾ ഭരണഘടന കൈകാര്യം ചെയ്യുന്നുവെന്നതാണ്. അതിനെ തകർക്കാനുള്ള രാഷ്ട്രീയം എന്താണ്? അതിനെ തകർക്കാനുള്ള രാഷ്ട്രീയവും ഭിന്നിപ്പിന്റേതല്ല, യോജിച്ചു നിൽക്കലാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഇന്ത്യ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ നാട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ നാട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർ യോജിച്ചു നിൽക്കുന്നിടത്ത് മാത്രമാണ് ഇന്ത്യക്ക് ഭാവിയുള്ളത്, ഈ നാടിന് ഭാവിയുള്ളത്. ആ നാടിന്റെ ഭാവിയെ സ്വപ്നം കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിരാശയുടെ വിൽപ്പനക്കാരായി നിങ്ങൾ മാറരുത്. നിരാശയുടെ വിൽപ്പനക്കാരായി പൊതുപ്രവർത്തകന്മാർ മാറരുത്. സംഘപരിവാർ രാജ്യത്ത് ജയിച്ചു വരുന്നു എന്നത് ഇന്ത്യയിലെ പൗരസമൂഹത്തെ നിരാശപ്പെടുത്തേണ്ടുന്ന ഒന്നല്ല. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ UP-യിലെ റിസൾട്ട് മാത്രം എടുത്ത് പരിശോധിക്കുക. അവിടെ 50-ലധികം നിയോജക മണ്ഡലങ്ങളിൽ UP-യിൽ BJP ജയിക്കുന്നത് 500-ൽ താഴെ വോട്ടുകളുടെ വ്യത്യാസത്തിനാണ്. നിങ്ങൾ UP എടുത്ത് പരിശോധിക്കുക. വോട്ടിംഗ് മെഷീനുകൾ കൊള്ളയടിക്കപ്പെടുന്നു എന്ന പരാതി നിൽക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് അതിന്റെ ആന്തരികമായ കൊള്ളയടിയാണ്. അത് നടക്കുന്നു എന്ന പരാതി നിൽക്കുമ്പോൾ പോലും UP-യിലെ BJP-യുടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞുപോയി. UP-യിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞുപോയി. UP-യിൽ BJP-യുടെ പല ബെൽറ്റുകളിലും തിരിച്ചടിയുണ്ടായി, വോട്ടുകൾ കുറഞ്ഞുപോയി. പക്ഷെ BJP ജയിച്ചു. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ കാണാതിരിക്കരുത്. പക്ഷെ ഇന്ത്യ മരിച്ചുപോയി എന്ന് നമ്മൾ വിശ്വസിക്കരുത്. ഇന്ത്യ മരിച്ചുപോയി എന്ന് നിങ്ങൾ കരുതരുത്. രാജ്യം തകർന്നുപോയി എന്ന് നിങ്ങൾ കരുതരുത്. മറിച്ച് ഈ രാജ്യത്തിന് ജയിക്കാൻ ഇനിയും ഇവിടെ ഇന്ത്യക്കാർ അവശേഷിക്കുന്നുണ്ട്. ഇന്ത്യയെ സ്നേഹിക്കുന്നവർ അവശേഷിക്കുന്നുണ്ട്. മത്സരങ്ങൾ അവിടെയും നടക്കുന്നുണ്ട്. രാജ്യത്ത് അവസാനത്തെ തെരഞ്ഞെടുപ്പല്ല കഴിഞ്ഞു പോയത്. അങ്ങനെ വിശ്വസിക്കണ്ട. അവിടെയും മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് പലരും കോൺഗ്രസിനെ കുറ്റം പറയുകയാണ്. തോറ്റോനെ കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു നരമ്പ് രോഗത്തിന്റെ പേരാണത്. തോറ്റവന്റെ നെഞ്ഞത്ത് കയറാന്നുള്ളത്. പക്ഷെ അവന് തോൽക്കാനെങ്കിലും അവൻ ഉണ്ടായി എന്നാണ്. കോൺഗ്രസ് തോറ്റപ്പോ ചിലർ പറയുന്നത് എങ്ങനെ കോൺഗ്രസിന് വോട്ട് ചെയ്യാ, ഇവര് BJP-യിലേക്ക് പോകൂലേ എന്നാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ CPM പറയുന്നത്. പോകാനെങ്കിലും 4 കോൺഗ്രസ്സുകാർ ഇവിടെ ഉണ്ട്. നിങ്ങൾ തോറ്റെടുത്തോ? പോകാൻ പോലും ആരുമില്ല. എല്ലാം ഒന്നിച്ച് BJP പോകാൻ ഒരാളില്ല. കോൺഗ്രസിൽ പോകാനെങ്കിലും 10 ആളുണ്ട് അല്ലേ? അവരൊക്കെ പോയിട്ട് പിന്നെയും കോൺഗ്രസ് ബാക്കിയാണ്. നിങ്ങൾ പോയടുത്ത് CPM ബാക്കിയില്ലാത്ത വിധം നിങ്ങൾ പോയി. അവര് പോകുമ്പോ പിന്നെയും കോൺഗ്രസ് ബാക്കിയാണ്. ഞാൻ പറയുന്നത് ഈ രാജ്യത്തിന് തിരിച്ചു വരണം. നിങ്ങൾ ഈ ചീഞ്ഞ ചർച്ചകളിൽ സമയം കണ്ടെത്തരുത്. ഈ നാടിന് തിരിച്ചു വരേണ്ടതുണ്ട്. ഈ നാടിന് തിരിച്ചു വരണമെങ്കിൽ ഈ നാടിന് ദേശീയ ബോധം കൊണ്ട് ശക്തമാക്കുന്ന ഭരണഘടനയുടെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൗരസമൂഹത്തിന്റെ മുന്നേറ്റം അതുണ്ടായാലല്ലാതെ അതിനൊരു ഏകീകൃത നേതൃത്വം ഉണ്ടായാലല്ലാതെ ഈ രാജ്യത്തിന്റെ മുന്നോട്ട് പോവുക അസാധ്യമാണ്. രാജ്യം നിലനിൽക്കുന്നവർ, രാജ്യമുണ്ടാകത്ത് ചർച്ച നടക്കേണ്ടത്
ആശയങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. രാജ്യമാണ് തകരുന്നത്. രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നിച്ചു നിൽക്കേണ്ടുന്ന സമയമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു, ഈ രാഷ്ട്രീയത്തിനകത്ത് രണ്ടു തരം ഭൂതങ്ങളെ ഒരുപോലെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയിലെ കാരണഭൂതനെയും കേരളത്തിലെ കാരണഭൂതനെയും ഒരുപോലെ കൈകാര്യം ചെയ്യേണ്ടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കുറെ കൂടി ജാഗ്രത പാലിക്കണം. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ചരിത്രപരമായ ഒരു ചതിയുടെ പേരാണ്. ചരിത്രപരമായ ചതിയുടെ പേരാണ്. ചതിപ്രയോഗങ്ങളുടെ മാത്രം പേരാണ്. നിങ്ങൾ ഫാസിസത്തെ കുറിച്ച് പറയും, എന്നാൽ പുതിയ കാലത്ത് നവനാസിസം ഉത്ഭവിക്കുന്നു. അത് സംഘപരിവാറിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ മാത്രം വരുന്ന ഒന്നല്ല. ജർമ്മനിയിൽ ഉണ്ടാകുന്ന ഒരു സംഗതി മാത്രമല്ല. കേരളത്തിലെ സാധാരണക്കാരായ CPM-കാരന്റെ ചർച്ചയുടെ ഇടങ്ങളിൽ പോലും അത്തരം നവനാസിസം കണ്ടുവരുന്നുവെന്നതാണ്. ജനാധിപത്യ ബോധമാണ്, ജനാധിപത്യ ബോധമാണ്, പൗരാവകാശമാണ്, രാഷ്ട്രീയ ബോധമാണ്. നിങ്ങളെ നിങ്ങളാക്കുന്ന വിശ്വാസത്തിന്റെ അടിത്തറയെ ശക്തിപ്പെടുത്തലാണ്. അവിടെ ഒന്നിച്ചു നിൽക്കലാണ് പരിഹാരം. പ്രിയപ്പെട്ട ഷിബു സംസാരിക്കാനുണ്ട്. നിർത്തുന്നു. അസ്സലാം. മുസ്ലിം യൂത്ത് ലീഗിന് ദേശീയ തലത്തിൽ പുതിയ